ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് ഫ്രണ്ട് മൺഗാർഡ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. മൺഗാർഡ് ഇവിടെ വെൽഡിങ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വെൽഡിങ്ങിൻ്റെ കേസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിത് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കാമായിരുന്നു. പക്ഷേ മുകളിലത്തെയും കൂടി ഇവിടെ നിന്ന് അടക്കം വിട്ടുപോയ കാരണം നമുക്ക് ബോൾട്ടിങ് നടക്കില്ല. കാരണം പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് വയ്ക്കാനാണ് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഫോർക്ക് അഴിച്ച് മൺഗാർഡ് മാറ്റി പുതിയ മൺഗാർഡ് വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ രീതിയിൽ തന്നെ വെൽഡിങ് നടക്കാം. ബോൾട്ട് ഇടാനായിട്ട് പറ്റില്ല. മുകളിലും വിട്ടുപോയേക്കാം. മോൾ ഭാഗത്തുനിന്ന് വിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീല് റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വീലിൻ്റെ പൊസിഷനൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ പോയി കിടക്കുന്നുണ്ട്. അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കേട്ടോ. ലിങ്കിൻ്റെ ബുഷും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഈ സൈഡൊക്കെ ബുഷ് പോയി കിടക്കാം. അപ്പോൾ ബുഷ് സെറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ഒരു കേബിള് മൊത്തത്തിൽ കത്തിയിട്ടൊക്കെ പോയിട്ടുണ്ട്. തന്നെ അതിൻ്റെ ഔട്ടറും വലിഞ്ഞിട്ടുണ്ട്. മറ്റേത് പൊസിഷൻ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് കേബിൾ ലെഫ്റ്റ് മിററിൻ്റെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് മിറർ ലെഫ്റ്റും റൈറ്റും മിറർ സെറ്റ് ചെയ്യണം. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓയിലിൻ്റെ കേസ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓയിൽ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ കളർ നോക്കുമ്പോൾ നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെവല് ഒരല്പം കുറവുണ്ട്. അപ്പോൾ ഓയിൽ ശരിക്കും മാറ്റേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ഓയിൽ ചേഞ്ചും കൂടിയും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതിനകത്ത് നമ്മൾ ചെയ്യണത് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബുഷ്, രണ്ട് ബുഷ് സെറ്റും ലിങ്കിൻ്റെ ബുഷും ഗ്രീൻ ബുഷും നമുക്ക് മാറ്റിയിടണം. ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട്. സ്പീഡോമീറ്ററൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നമുക്കത് തൽക്കാലം മീറ്റർ മെക്കാനിസം ടൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അത് അഴിക്കാൻ നിൽക്കണ്ട. പിന്നെ രണ്ട് മിറർ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. വൈസറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ജെർക്കിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അതൊക്കെ നമുക്ക് അഴിച്ച് മാറ്റി കളയാനേ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്ത് നടക്കില്ല. പിന്നെ മൺഗാർഡിൻ്റെ കേസ് വെൽഡിങ് ആയിട്ടാണ് ചെയ്യണത്. ബോൾട്ട് ഇടാനായിട്ട് 3 വശം ആകെ 3 സ്ഥലത്താണ് പിടുത്തമുള്ളത്. മുകളിലത്തെ പിടുത്തം സ്ട്രോങ് ആണെങ്കിലാണ് സൈഡിൽ ബോൾട്ട് ഇടാൻ നിൽക്കുള്ളൂ. ഇത് എന്തെങ്കിലും മുകളിൽ വെൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂട്ടത്തിയുടെ പൊസിഷൻ മാറും. അപ്പോൾ മാറാതെ ആ കണ്ടീഷനിൽ തന്നെ വെൽഡ് ചെയ്യാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അത്രയും ഈ പറയുന്നിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ചെയ്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് ചെയ്യാനായിട്ട്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ.